أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: فضل العالم على العابد كفضلي على أدناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മഹാനാവുകളെ, സമസ്തകാല ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭയുടെ പ്രസിഡൻ്റായി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു സ്വീകരണം നൽകുക എന്ന നിലയിലാണ് നാം ഇന്നിവിടെ മേളിച്ചിട്ടുള്ളത്. നേരത്തെ സമസ്തയുടെ സെക്രട്ടറി കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇതൊരു വലിയ സമ്മേളനമായി വിളിച്ച് കൂട്ടിയതല്ല. വളരെ ചെറുതായി നാം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴേക്ക് ഇത് നാം കണക്കൂട്ടിയതിൽ അപ്പുറമുള്ള വലിയ സമ്മേളനമായി മാറി. അത് നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ കറാമത്താണ്. സമസ്ത പലരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപപ്പെട്ടതെങ്കിൽ ആ ഉദ്ദേശത്തിൽ നിലനിന്ന് പോരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ AP മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പ്രസിഡന്റ് ആയതോടെ സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ നിഷ്കളങ്കരും നിസ്വാർത്ഥമായ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവറുകളെ അള്ളാഹു കൊടുത്ത് ദറജ ഏറ്റി കൊടുക്കട്ടെ, മുന്നിൽ ഒരാളായി ഇങ്ങനെ നിർത്തി ബാക്കി അവരുടെ ലക്ഷ്യത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോയപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രിയ ശിഷ്യനും തങ്ങളെ കൂടെ തന്നെയാണ് ഞാൻ എന്നുമുള്ളത് എന്ന് മരിക്കുന്നത് വരെ, വഫാത്ത് വരെ പറഞ്ഞിട്ടുള്ള ആ കണ്ണിയത്ത് ഉസ്താദ് മാത്രമല്ല, തങ്ങളും കണ്ണിയത്ത് ഉസ്താദും നല്ല ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും ഒരു സദസ്സിലേക്ക് ഒന്നിച്ചു വരുമ്പോൾ തങ്ങളെ മുന്നിൽ നിർത്തിയാണ് ഇവരെല്ലാം വന്നിരുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ട കാഴ്ചകളാണ്. അപ്പൊ അവരെല്ലാം അംഗീകരിച്ച നിസ്വാർത്ഥനും നിഷ്കളങ്കനുമായ മഹാനായ താജുൽ ഉലമ സമസ്തയുടെ ഈ വഴിവിട്ട പോക്ക് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ
നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സാദാത്യങ്ങളും അലിമീങ്ങളും രൂപം കൊടുത്തതെങ്കിൽ അതിൽ നിന്ന് അണുവള് തെറ്റാൻ പാടില്ല. തെറ്റി സഞ്ചരിക്കുന്നവരുടെ കൂടെ നമുക്കിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും മഹാനവകളുടെ നേതൃത്വത്തിൽ സമസ്ത ജമീയത്തുൽ ഉലമ രൂപപ്പെടുകയും അങ്ങനെ ആദർശത്തിന് പിന്നാലെ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ ഒരു വ്യൂഹം, നേരത്തെ പറഞ്ഞ പോലെ 6 ആളുകളാണ് ഇറങ്ങിപ്പോന്നതെങ്കിൽ അത് 60,000 60 ലക്ഷമല്ല, കോടിക്കണക്കിന് ആളുകൾ ആ സംഘടനയുടെ കൂടെ നിന്നെങ്കിൽ അത് ആദർശം മാത്രം ലക്ഷ്യമാക്കിയവരാണ്. ഈ ആദർശത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ ബഹുമാനപ്പെട്ട അമരക്കാരനായ സുലൈമാൻ ഉസ്താദ് എന്തുകൊണ്ടും ആദരിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മുഹമ്മദ് മുസ്ലിയാർ മഹാനായ ഉസ്താദുൽ അസാത്തീദ്, വന്ദരായ കാന്തപുരം ഉസ്താദ്, അവിടുത്തെ ഉസ്താദായ ഉസ്താദുൽ അസാത്തീദിന് കൊടുത്ത സ്ഥാനപ്പേര് ബഹ്റുൽ ഉലൂം എന്നാണ്. 100% ആ പേരിന് അർഹനാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും ബഹ്റാണ്, സമുദ്രമാണ്, സാഗരമാണ്. അങ്ങനത്തെ മഹാനവകൾ, ആ മഹാനവകൾക്ക് ധാരാളം ശിഷ്യസമ്പത്തുണ്ട്. അത്രമാത്രം ശിഷ്യസമ്പത്തുള്ള ഒരു വ്യക്തി സമീപകാലങ്ങളിലൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരാൾ ഇല്ല. ആ മഹാനവകളുടെ ശിഷ്യന്മാരായ ആളുകളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന അടിസ്ഥാനത്തിൽ ഏത് സംഘടന ഉണ്ടെങ്കിലും ആ സംഘടനയിലൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ. അതിൽ മഹാനായ കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, സുൽത്താനുൽ ഉലമ മഹാനവകൾ ജനറൽ സെക്രട്ടറിയായ ആ സന്ദർഭത്തിൽ തന്നെ, സെക്രട്ടറിയായി വന്ന അന്ന് മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തത് ഈ സംഘടനയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ റഈസായിട്ടാണ്, അതിൻ്റെ പ്രസിഡന്റായിട്ടാണ് റഈസുൽ ഉലമ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ നിലക്കും ഉസ്താദിന് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ സഹായം, അവിടുത്തെ സ്നേഹം പതിയിരിക്കുന്നു. അങ്ങനെ ഉസ്താദ് സ്നേഹിച്ച, ഉസ്താദിന്റെ ആ സ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർ പ്രസിഡന്റായി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിഷയം അല്ല. സുലൈമാൻ ഉസ്താദിന്റെ സ്ഥാനവും അവിടുത്തെ പാണ്ഡിത്യവും എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്, ഏത് ശത്രുക്കൾക്കും അറിയാം. പക്ഷേ അതോടൊപ്പം അവിടുത്തെ ലാളിത്യം, വളരെ ലളിതമായുള്ള ജീവിതം നയിക്കുന്ന, ഒരു നിലക്കും അഹങ്കാരത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത നിസ്വാർത്ഥനും നിഷ്കളങ്കനുമായ പണ്ഡിതൻ, അവരാണ് നമ്മുടെ ഈ ആദർശത്തിന് ചുക്കാൻ പിടിക്കുന്നത്. നാം നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലം നേരത്തെ AP മുഹമ്മദ് മുസ്ലിയാർ സൂചിപ്പിച്ചു. ആദർശ വിരോധികൾ 2 തരത്തിൽ ഇവിടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട്. ഔലിയാക്കന്മാരെയും അവരെ മഹത്വങ്ങളെയും ഇടിച്ചു താഴ്ത്തുകയും അങ്ങനെ അവർ രൂപപ്പെടുത്തിയ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി അവർ
രൂപപ്പെടുത്തിയ ചില ചിട്ടകൾ, അത് തന്നെ പ്രത്യേകമായ ചില ത്വരീക്കത്തുകളുടെ പേരിൽ അത് മുഴുവൻ വ്യാജമാണെന്നും അനിസ്ലാമികമാണെന്നും പറഞ്ഞ് എല്ലാ ഔലിയാക്കളെയും അവർ കൊണ്ടുവന്ന ആദർശങ്ങളെയും അവരെ നിലപാടുകളെയും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്ത ഒരു കൂട്ടർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വന്ന എല്ലാ വ്യാജന്മാരെയും ഔലിയാക്കളാണെന്ന് പറഞ്ഞ് അവരെ വാനോളം പുകഴ്ത്തി ചിലപ്പോൾ അള്ളാഹു അവരിൽ അവതരിക്കുന്നു, അതുകൊണ്ട് ദൈവാവതാരങ്ങളാണെന്ന് വരെയുള്ള വാദത്തിലേക്ക് എത്തിയവരും, അതേപോലെ തന്നെ ചില ശൈഖുമാർ അവരിൽ മറ്റ് മഹാന്മാരുടെ അർവാഹുകളുടെ ഇറക്കമുണ്ട്, അർവാഹുകൾ അവരിൽ ഇറങ്ങുന്നുണ്ട് എന്ന വാദക്കാരും, ഇങ്ങനെ തുടങ്ങി രണ്ട് വിഭാഗം ഇവിടെ വന്നപ്പോ അത് രണ്ടിൻ്റെയും ഇടയിൽ സത്യം ഏത് അസത്യം ഏത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ യഥാർത്ഥമായ ആശയവും ആദർശവും അത് വ്യക്തമാക്കി കൊടുക്കാനും ആരെങ്കിലും അതിൻ്റെ എതിരിലുള്ള ആശയാദർശങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി ആണ് ഏകദേശം 100 വർഷങ്ങൾക്ക് ഇപ്പുറമായി, നേരത്തെ പറഞ്ഞല്ലോ 1926, ആ കാലഘട്ടത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത് ഒരു വലിയ ഉലമാ സഭക്ക് രൂപം കൊടുത്തത്. ആ ഉലമാ സഭയുടെ പാരമ്പര്യം പറയാൻ ഇന്ന് ഞങ്ങളാണ് സമസ്തയുടെ ആളുകൾ എന്ന് പറയുന്നവർക്ക് യാതൊരു നിലക്കും അവകാശമില്ല. കാരണം മുജാഹിദിന്റെ നേതാക്കന്മാർ മരിച്ചപ്പോൾ ആ നേതാവിന് അനുശോചിക്കാനും അനുശോചനം രേഖപ്പെടുത്താനും വലിയ നഷ്ടമായി പോയി അയാളെ മരണം എന്ന് പറഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തുക മാത്രമല്ല, മയ്യിത്ത് നിസ്കാരത്തിനും അവിടുത്തെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാനും വരെ ധൈര്യം കാണിച്ചവരാണ് ഇന്ന് പറയുന്ന ഞങ്ങളാണ് സമസ്തയുടെ ആളുകൾ എന്ന് പറയുന്നവരെങ്കിൽ ഇവിടെ എവിടെയാണ് ആദർശമുള്ളത്? എന്ത് ആദർശമാണ് അവർ പറയുന്നത്? അതുകൊണ്ട് ആദർശത്തിന്റെ കൂടെ നിൽക്കുന്നവർ മഹാനായ താജുൽ ഉലമയും ശേഷം നൂറുൽ ഉലമയും ഇന്ന് മഹാനായ ഈസുൽ ഉലമയും അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയും അടക്കമുള്ള വലിയ വലിയ മഹാരഥന്മാരായ അലിമീങ്ങൾ സാദാത്യങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടനയല്ലാതെ, അല്ലെങ്കിൽ അവർ ചുക്കാൻ പിടിക്കുന്ന ആ സമസ്തയല്ല ജമിയത്തുലമയല്ലാതെ വേറെ ഒരു പണ്ഡിത സഭ ലോകത്ത് തന്നെ കാണുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയും ആഴമുള്ള പണ്ഡിതന്മാർ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഹസനി ഉണർത്തിയതുപോലെ നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങൾക്ക് നിരവധി ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ അവരിത് എടുത്തു പറയാൻ കാണുകയില്ല. ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉള്ളൂ. അവർ ഗ്രന്ഥ രചന നടത്തിയവരാ. എന്നാൽ വടക്കേ ഇന്ത്യയിലും മറ്റൊക്കെ ഗ്രന്ഥരചന നടത്തിയ ആ ആലിമീങ്ങളെക്കാൾ എത്രയോ വെയിറ്റ് കൂടിയ വലിയ വലിയ ആലിമീങ്ങൾ അവരിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗ്രന്ഥരചന അവർ നടത്തിയിട്ടില്ല. മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ പാരമ്പര്യം കേരളത്തിനുണ്ട്. ഇത് കാണാൻ കഴിയും. ഇന്ന് നാം അറബ് രാജ്യത്ത് പോകുന്നു. ദുബൈയിലും അബൂദാബിയിലും അല്ലയിലും അതേപോലെ ഖത്തറിലും കുവൈത്തിലും ഒക്കെ പോകാറുണ്ട്. അത് അറബ് രാജ്യമാണ്, ഇസ്ലാമിന്റെ രാജ്യമാണെന്ന് നാം പറയുന്നു. അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത പാരമ്പര്യം ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞുകൂടെങ്കിലും നമ്മുടെ കേരളത്തിനുണ്ട്.
എന്താ കാരണം? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇസ്ലാമിന്റെ നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ വളരെ മുൻകാലം മുതൽക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. മുഅ്ജമുൽ ബുൽദാൻ എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥം, മഹാനായ ഇമാം യാഖൂത്തുൽ ഹമവിയുടെ വലിയ ഗ്രന്ഥമാണ്. 7 വാല്യങ്ങൾ വരുന്ന മുഅ്ജമുൽ ബുൽദാൻ. ആ മുഅ്ജമുൽ ബുൽദാൻ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ദുബൈയെ അവരെ കാണാൻ കഴിയില്ല, അബൂദാബിയെ കുറിച്ചുള്ള പരാമർശമില്ല, കുവൈത്തിനെ കുറിച്ചില്ല, ഖത്തറിനെ കുറിച്ചില്ല. അതേ സ്ഥാനത്ത് കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെ അതിൽ പറയുന്നുണ്ട്. കൊച്ചിൻ, അതേപോലെ തന്നെ കാലിക്കറ്റ് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ വെറുതെ പരിചയപ്പെടുത്തുന്നല്ല, അവിടുത്തെ ഇസ്ലാമികമായ ആസാറുകളടക്കം പറഞ്ഞുകൊണ്ടാണ് അക്കാര്യം പറയുന്നതെങ്കിൽ അപ്പൊ ഇസ്ലാമുമായി നമ്മുടെ കേരളത്തിലുള്ള പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോക സഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത, ആ ഇബ്നു ബത്തൂത്തയുടെ രാജ്യം മൊറോക്കോ എന്ന രാജ്യത്തിലെ ഫാസ് എന്ന് പറയുന്ന പട്ടണമാണ്. ഫാസ് പട്ടണക്കാരനാണ് അദ്ദേഹം. മഹാനവരുടെ മക്ബറയും ഫാസിൽ തന്നെയാണുള്ളത്. ചരിത്രം തേടി വരുന്ന എത്രയോ ആളുകളാണ് അവിടെ വന്ന് പഠനത്തിന് വേണ്ടി ആ മക്കാമിൽ വരുന്നു, സിയാറത്തിന് വരുന്നവർ വേറെ. അദ്ദേഹത്തിന് അവസ്ഥ എന്തായിരുന്നു? 29 കൊല്ലം രാജ്യത്ത് ചുറ്റി നടന്നു. ഇന്നത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത ആ കാലം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ കൂട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് മൂപ്പർ 3 വർഷം ചെലവഴിച്ചു. 3 കൊല്ലം നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സുൽത്താൻ തുഗ്ലക് അദ്ദേഹം ഇന്ത്യയിൽ ഖാദിയായി നിശ്ചയിച്ചു മഹാനവരുടെ. ആ കാലഘട്ടത്തിൽ മൂപ്പര് ഹജ്ജിന് പോയി. അങ്ങനെയാണ് ഇവിടുത്തെ ഖാദിസ്ഥാനം ഒഴിവായി ഹജ്ജിന് പോയിട്ട് മൂപ്പര് അങ്ങനെ തിരിച്ചു പോയതാ, പിന്നെ വന്നിട്ടില്ല. ഞാൻ പറയുന്നത് അന്ന് ഇന്ത്യയിൽ പര്യടനം നടത്തിയ കൂട്ടത്തിൽ കേരളത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്. കേരളം കണ്ട വ്യക്തിയാണ് ഇബ്നു ബത്തൂത്ത. കേരളത്തിലെ വിഭവങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ അക്കാലത്തെ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചുറ്റുപാടിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്! അപ്പൊ ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ പാരമ്പര്യം കേരളത്തിനുണ്ട്. വടക്കേ ഇന്ത്യ പോലെയല്ല. വടക്കേ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇസ്ലാം പ്രവേശിച്ചതും പ്രചരിച്ചതും ഈ കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷമാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളവരുടെ കാലഘട്ടം, അത് നബി തങ്ങളുടെ കാലം കഴിഞ്ഞ് 3-4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഏകദേശം 5-ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ കേരളത്തിന്റെ ഇസ്ലാമിന്റെ ബന്ധമോ ഹബീബായ നബി തങ്ങളുടെ കാലത്താണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഇമാം ഹാക്കിം അബു അബ്ദുല്ലാഹി നൈസാബൂരി, അവരുടെ ബൃഹത്തായ ഗ്രന്ഥമാണ് അൽ മുസ്തദ്റക്. ആ മുസ്തദ്റക്കിൽ ഉള്ള ഒരു ഹദീസാണ് നേരത്തെ ഇവിടെ അഹ്സനി സ്വാഗതത്തിൽ സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നൊരു രാജാവ്, ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നബി തങ്ങൾക്ക് സമ്മാനമായി വലിയ ഒരു ഇഞ്ചിയുടെ കൊട്ടയുമായിട്ടാണ് പോയത്. നിറയെ ഇഞ്ചിയുള്ള ഒരു കൊട്ട. നബി തങ്ങൾ ആ ഹദിയ സ്വീകരിച്ചു. അങ്ങനെ അവിടെ കിട്ടാത്തൊരു വസ്തുവാണ് അന്ന്. ഇന്ന് എല്ലാം അവിടെ കിട്ടും. അത് ചെറിയ കഷ്ണങ്ങളായി പീസായി നുറുക്കി സ്വഹാബാക്കൾക്കൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കഷ്ണം കൊടുത്തു. ഇത് മുസ്തദ്റക്കിൽ ഉള്ള ഇന്ന് നോക്കിയാൽ കാണുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് ശേഷക്കാർ പറഞ്ഞത്, ആ പറഞ്ഞ ചക്രവർത്തി നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ചക്രവർത്തിയാണ്. ചരിത്രം അതിന് സാക്ഷിയുമാണ്. കാരണം കേരളത്തിൽ നിന്ന് വന്ന ചക്രവർത്തി എന്ന പേരിൽ തന്നെ സലാലയിൽ, ഇന്ന് ഒമാനിന്റെ പരിധിയിൽപ്പെട്ട സലാല, മാപ്പ് നോക്കിയാൽ നമ്മുടെ കലികറ്റിന്റെ നേരെ സൂത്രം കടലിനക്കരെ നിൽക്കുന്ന ഭാഗമാണ് സലാല.
സലാല ഇന്ന് ഒമാനിന്റെ ഭാഗമാണ്, പഴയ കാലത്ത് യമന്റെ ഭാഗമായിരുന്നു. ആ സലാലയും നമ്മുടെ കലികറ്റും നിൽക്കുന്ന ഏകദേശം നേർക്കുനേർ ആണ്. ആ സലാലയിലാണ് പെരുമാൾ ചക്രവർത്തിയുടെ മക്ബറയുള്ളത്. അദ്ദേഹം നബി തങ്ങൾ അരികിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. മുസ്ലിമായി അങ്ങനെ തിരിച്ചു വരുമ്പോൾ കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് വഴിക്ക് വെച്ച് രോഗം മൂർജിച്ച് അങ്ങനെ അദ്ദേഹം അവിടെ വഫാത്തായി. ആ മക്കാമിൽ ഇന്നും ജനങ്ങൾ അവിടെ സിയാറത്തിന് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അത്രയും പഴക്കം ഇസ്ലാമിന് ഉണ്ട്, ഇസ്ലാമുമായി കേരളത്തിനുണ്ട്. ആ കാലം മുതൽക്ക് ഇസ്ലാമിയുടെ വരികയും അന്നു മുതൽക്ക് ഇസ്ലാമിൻ്റെ നേതൃത്വം ആരുടെ കയ്യിലായിരുന്നു? മഹത്തുക്കളായ ആലിമീങ്ങൾ, സാദാത്യങ്ങളായ ആലിമീങ്ങളും ഇനി സയ്യിദന്മാരല്ലെങ്കിൽ പോലും വലിയ വലിയ ആലിമീങ്ങൾ, അവരുടെ കയ്യിലായിരുന്നു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ മുഴുവൻ നേതൃത്വം. അല്ല, അമുസ്ലിമീങ്ങൾ അവരെ ആദരിച്ചിരുന്നു. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം അവരെ ആദരിക്കുന്നവർ ആയിരുന്നു. സമീപകാലത്ത് വരെ നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അങ്ങനെ വരുന്ന എത്രയോ സാദാത്യങ്ങളുണ്ട്. പഴയ കാലത്ത് മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളവറുകൾ മമ്പുറം മഹാനവറുകൾ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും അവരെ തേടി തെരഞ്ഞു വന്നിരുന്നു. അവരുടെ നേതൃത്വം അംഗീകരിച്ചിരുന്നു. എന്ത് കാര്യത്തിനും അവരുടെ ഉപദേശം തേടിയിരുന്നു. അങ്ങനെ കാണുന്നതിന് വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വന്നിരുന്നെങ്കിൽ ഇന്നും ആ കാഴ്ചയാണ് മമ്പറം മക്കാമിൽ നാം കാണുന്നത്. അവിടെ വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ വരുന്നു. അതെന്താണ്? അവർക്ക് അന്നത്തെ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ആ പാരമ്പര്യം കേരളത്തിൽ നൂറ്റാണ്ടുകൾ നിലനിന്നു പോന്നെങ്കിൽ സമീപകാലത്ത് 100 വർഷത്തിൻ്റെ ഇപ്പുറമാണ് ആശയ വ്യതിയാനങ്ങളും ആദർശ വ്യതിയാനങ്ങളൊക്കെ വന്നത്. അത് വന്നപ്പോൾ ഉണ്ടായത് എന്താണ്? നേരത്തെ ആദരിക്കപ്പെട്ടിരുന്നവർ അവരുടെ ആദരവ് എടുത്തു കളയാൻ വേണ്ടി അവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് ബഹുജനങ്ങളെ മനസ്സിൽ നിന്ന് അവരെ തൂത്തെറിയുകയും അവരെക്കുറിച്ചെല്ലാം മതിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചത് ആദ്യമായി വഹാബി പ്രസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരെ തുടർന്ന് അതിനുശേഷം വന്നവരും 100 വർഷത്തിൻ്റെ അപ്പുറം ഇവിടെ തർക്കമുണ്ടായിരുന്നില്ല. ആരും ആരെയും ആരോപണം ഉന്നയിച്ചിട്ടില്ല. പണ്ഡിതന്മാരെ ഒരിക്കലും ആരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഇന്നോ നേതൃരംഗത്തുള്ള പണ്ഡിതന്മാർ, അവർ സാദാത്യങ്ങളായാലും അല്ലെങ്കിലും എത്ര ആദരിക്കപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് അവരെ തൂത്തെറിയുന്നതിന് വേണ്ടി, അവരെ പിന്നാലെ ജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഓരോ പ്രസ്ഥാനക്കാരും അവരവരുടെ കൂടെ ജനങ്ങളെ കിട്ടുന്നതിന് വേണ്ടി, ആ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരും, അങ്ങനെ അവർക്ക് കുറെ അണികൾ കിട്ടണം എന്ന ആ ഉദ്ദേശത്തിൽ ഇവിടെ ഛിദ്രതയും ഭിന്നതയും തമ്മിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സാഹോദര്യവും ഒക്കെ കളഞ്ഞ് ചിഹ്നതയും വിതറിയും മാത്രം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ആദർശത്തിൽ നാം ഒരുമിച്ച് നിന്നാൽ ആ ഭിത്തിയെ തകർക്കാൻ ആർക്കും കഴിയില്ല. അത് ഒന്നാണ്, അതിൽ പലതില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് പറയുന്നു, ഇതാണ് എൻ്റെ സത്യമായ ശരണി, ഇതാണ് എൻ്റെ മുസ്തഖീമായ ചൊവ്വായ വഴി. അത് ഒരു വഴിയാണ്. അതുകൊണ്ട് ആ സിറാത്തി ഏകവചനമായിട്ടാണ് പറഞ്ഞത്. തൊട്ട് പിന്നിലല്ല അല്ല പറഞ്ഞു, എന്നാ വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, അസ്സുബുൽ, ഒരുപാട് വഴികൾ, കുറെ വഴികൾ. അത് ബഹുവചനമായിട്ടാണ് പറഞ്ഞത്. അതിനോട് പിൻപറ്റിയാൽ എന്താ ഉണ്ടാവുക? ഫതഫറഖ ബികും അൻ സബീലി, അല്ലാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏക മാർഗം ആ വഴി. ആ വഴിയിൽ നിന്ന് നിങ്ങൾ
ചിന്നിച്ചിതറി തെറ്റിപ്പോകും. ഹബീബായി നബി തങ്ങൾ സ്വഹാബത്തിന് ഈ ആയത്തിഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കും, അത് പാടില്ല, അത് അപകടമാണ് എന്നൊരാൾ പറയുന്നു. പക്ഷേ പോകുന്നവർ ഇത് പൂർണ്ണമായി സ്വീകരിച്ച് ഒരു കൂട്ടർ അങ്ങനെ പോയി. അവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. വേറൊരു കൂട്ടർ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് എന്ന് പറഞ്ഞ് നാം ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറേ വലത്തും കുറേ അടുത്തുമൊക്കെ പോയി. അവരെല്ലാം തെറ്റിപ്പോയി. അപ്പം ഈ തലക്ക നിൽക്കണ ആൾ ആരാണ്? അത് ഞാനാണ്, അള്ളാഹു നിശ്ചയിച്ച റസൂലായ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ ഉദാഹരണം പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അതിലുണ്ട്. നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആലിമീങ്ങളെ കയ്യിൽ നമ്മുടെ നേതൃത്വം വരുമ്പോൾ അവരുടെ പിന്നാലെയാണ് നാം പോകേണ്ടത്. അവർക്ക് വേറെ ലക്ഷ്യമില്ല. മഹാനായ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കളങ്കവും ഏശാത്ത, ഒരു ചളിയും പുരളാത്ത, വളരെ വ്യക്തമായ ജീവിതം നയിക്കുന്നു, വളരെ ലളിതമായ സ്വഭാവത്തിൻ്റെ ഉടമയായ, പൂർണ്ണമായ തഖ്വയുടെ ഉടമയായ, അതിലുപരി വലിയ വിജ്ഞാനത്തിൻ്റെ സാഗരമായ ഏത് വിഷയവും ഉസ്താദിനോട് ചോദിച്ചാൽ അതിന് കുറച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലാതെ ആ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ അവ്വൽ മുതൽക്ക് ആഖിർ വരെ ചരിത്രമായാലും അല്ലാത്ത വിഷയമായാലും ഒക്കെ ഉസ്താദ് പറയാറുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അങ്ങനെയുള്ള ഒരു മഹാൻ നമുക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്. നാം ചെയ്യേണ്ടത്, അവരാണ് നമ്മുടെ നേതൃത്വം. മറ്റെന്തെങ്കിലും കുലുമാലുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, ആക്ഷേപമല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞുപോയ വലിയ വലിയ മഹത്തുക്കൾ, ഖുതുബുസ്സമാൻ തങ്ങളടക്കം വരെ മഹാനവറുകൾ ഇന്നത്തെ പോലെ ഒരു പരസ്യമായ തരീക്കത്ത് കൊടുത്തിരുന്നെങ്കിൽ കേരളം മുഴുവൻ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ തരീക്കത്തുണ്ടാവുക. പക്ഷേ അത് ചെയ്തിട്ടില്ല. അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് അതിൻ്റെ സ്വഭാവത്തിൽ വളരെ രഹസ്യമായി ഉള്ള സമീപനമാണത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇൽമിൻ്റെ പേര് തന്നെ ഇൽമുസ്സിറ് എന്നാണ്. രഹസ്യജ്ഞാനമാണ്. അതിങ്ങനെ കാറ്റത്തിട്ട് പ്രചരിപ്പിച്ച് നടക്കുന്ന പരിപാടിയല്ല. ആ പരുവത്തിലേക്ക് ഇപ്പോൾ ഇന്നത് മാറ്റിയെടുത്തു. അങ്ങനെ പല ഭാഗത്തുനിന്നും പലരും ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ അവിടെയൊക്കെ മനസ്സിലാക്കണം, ഏത് പ്രസ്ഥാനം വന്നാലും, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനം വന്ന പോലെ ഏതൊക്കെ പിഴച്ചവർ വന്നോ ആ വന്നതിൻ്റെ പിന്നാലെ ഒക്കെ വളരെ കൂലങ്കഷമായ പരിശോധന നടത്തി, നല്ല നിലക്കുള്ള ചർച്ചകൾ നടത്തി ഒരു തീരുമാനം സമസ്തയിലും ജമിയത്തുലും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പതിറ്റാണ്ടുകളായി ഒറ്റ തീരുമാനം വരെ പുനഃപരിശോധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മാത്രമല്ല ഒരു തീരുമാനം തിരുത്തേണ്ടും വന്നിട്ടില്ല, തിരുത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ സമസ്തക്ക് ചില ആളുകൾ കത്ത് എഴുതുന്നു. എന്ത്? ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. അത് പറയാൻ നീ ആരോ? സമസ്തയോട് തീരുമാനം തിരുത്താൻ പറയാൻ നീ ആരാണ്? സമസ്തയുടെ തീരുമാനം തിരുത്തുന്ന പ്രശ്നമില്ല. കാരണം അവരിൽ ഖത്ത് സംഭവിക്കൂല. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിഫ്ളും ഹിമായത്തുമാണ്. കാരണം അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. അവരാണ് ഫത്വാ ബോർഡിലുള്ളത്. അവരാണ് കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനവും പെട്ടെന്ന് എടുത്തു ചാടി എടുക്കാറില്ല. അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെയുള്ള തീരുമാനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് സമസ്തയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സമസ്തയിലെ ജമിയത്തുലമ ഏത് വിഷയം വരുമ്പോഴും എത്ര പ്രാവശ്യം യോഗം കൂടും, എത്ര പ്രാവശ്യം ചർച്ച നടത്തും, അവസാനമേ തീരുമാനം എടുക്കാറുള്ളൂ. ഇന്നും വന്നിരായ ഉസ്താദ് പറയാറുണ്ട്, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകാലത്തുള്ള പൂർവ്വസൂരികളായ വലിയ വലിയ ആലിമീങ്ങളെടുത്ത തീരുമാനം മാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഭേദഗതിയും തിരുത്തലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്കും അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇന്നെടുക്കേണ്ട തീരുമാനം നാളെയായാലും
മറ്റന്നാളായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനം തന്നെയാണ്, പിന്നെ അതിന് മാറ്റമില്ല. അതിൻ്റെ എതിരിൽ ഞഞ്ഞമിഞ്ഞ പറഞ്ഞ് ആര് വന്നാലും ശരി അത് ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശുദ്ധ കളവാണ്, പ്രവർത്തകരുടെ മനസ്സിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അതിൻ്റെ പിന്നാലെയൊന്നും ആരും പെട്ടുപോകരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി മഹത്തുക്കളായ ഉലമാവിൻ്റെ നേതൃത്വം, മഹാനായ റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഉലമാവിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ശിരസ്സാ വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.